ഉണ്ടെന്ന് നമ്മുടെ നേതാക്കന്മാരൊക്കെ പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ആ അമ്മൂമ്മയായിരിക്കണം എന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ആ സമരാഗ്നിയുടെ ആ ഗാംഭീര്യം അത്രത്തോളം ഉണ്ട് എന്ന് നേരിട്ട് മനസ്സിലാക്കി. ഞാൻ കഴിഞ്ഞ 2 രാത്രിയും ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നും മനസ്സിലായത് ഞങ്ങളെ പെമ്പിളൈ ഒരുമ എന്ന് പറയുന്ന തേയിലത്തോട്ട തൊഴിലാളികൾ സ്വന്തം ജീവന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി പോരാടിയപ്പോൾ അവിടെയൊക്കെ ഈ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന മുഴുവൻ നേതാക്കന്മാരും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും ഞങ്ങളെ വന്ന് അപഹാസ്യരാക്കുകയും അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തെ പിച്ചി ചീന്തത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുവെന്ന് വളരെ സങ്കടത്തോടു കൂടിയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഞാൻ അതൊന്നും കൂടുതലായി പറയും. നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ സംസാരിക്കും നിങ്ങളോട്. എനിക്ക് ഈ അവസരത്തിൽ ഒറ്റയ്ക്കൊരു വാക്കേ പറയാനുള്ളൂ. നമുക്ക് നേടണം, മുന്നേറണം. ഈ വനിതാ ദിനത്തിൽ സ്ത്രീ സുരക്ഷ എന്താണ്, സ്ത്രീ എന്തിനാണ് വനിതാ ദിനം ആഘോഷിക്കുന്നതെന്ന് ഈ സർക്കാർ മനസ്സിലാക്കണം. നമുക്ക് നേടാനുള്ളത് നേടിയിട്ടേ നമുക്ക് പോകാവൂ. നമ്മുടെ 3 ഡിമാൻഡുകളും സർക്കാർ നടപ്പിലാക്കി ഉത്തരവ് പുറപ്പെടുവിക്കാതെ ഞങ്ങൾ ഒരു കാരണവശാലും ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോകുന്നതല്ല എന്ന് ഈ വനിതാ ദിനത്തിൽ ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിന് അധ്യക്ഷയായി നമുക്കറിയാം ബിന്ദുവിനെ രാമകളില്ലാതെ നമുക്ക് വേണ്ടി ഈ മഞ്ഞത്തും തണുപ്പത്തും മഴയത്തും തൻ്റെ ജീവിതം അതായത് തൻ്റെ ആരോഗ്യം മുഴുവനും നമുക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ്. ഞാൻ ഏറെ സ്നേഹാദരവോടുകൂടി അത്യധികം വളരെ വിനയത്തോടു കൂടി കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിൽ ശ്രീമതി ബിന്ദു അവറുകളെ ഞാൻ